എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ സൂര്യറങ്ങിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സൺഡേയിൽ എടുത്ത വ്ളോഗാണ് കേട്ടോ. സൺഡേയിൽ ഞാൻ വീടൊക്കെ കൂട്ടി ഇറങ്ങുവാണ്. നമ്മൾ ഇന്ന് KSRTC ബസ്സിൽ കയറി. വീട്ടിൽ നിന്ന് നേരെ ഫസ്റ്റ് നമ്മളൊരു ഓട്ടോയിൽ കയറും. എന്നിട്ട് നേരെ ബസ്സിൽ കയറിയിട്ട് ട്രിവാൻഡ്രത്തേട്ടാണ് നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ പൂപ്പിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ചേട്ടാ ഓട്ടോ വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറിലല്ല പോകുന്നത്, അത് വേറൊരു സ്റ്റോറി ഉണ്ട് കാറിൻ്റെ, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ കൊട്ടിയത്ത് വന്ന് ഇറങ്ങി കേട്ടോ. കൊട്ടിയത്ത് നമ്മുടെ സിംലയുടെയൊക്കെ മുമ്പിൽ വന്ന് ഇറങ്ങി. പാലത്തിൻ്റെയൊക്കെ പണി നടക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നല്ല റഷ് ഉണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് തമ്പാനൂരാണ്. നമ്മളങ്ങനെ നേരെ ട്രിവാൻഡ്രത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട്. KSRTC സ്റ്റാൻഡിലാണ് വന്ന് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ അവിടെ എല്ലാം ജസ്റ്റൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് നടന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്തപ്പോഴത്തേക്ക് തൊട്ടടുത്തായിട്ട് നമ്മൾ ആ നടക്കുന്ന പാസേജിൽ തന്നെ അവിടെ തന്നെ വഴിയിൽ ഒരു ടീ സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു ചായയും ഒരു സ്നാക്സും ഒക്കെ കഴിച്ചപ്പോൾ പിള്ളേർക്കൊക്കെ ബസ്സിൽ നിന്ന് അത്ര നേരം യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ആ കട കണ്ടപ്പോൾ ജസ്റ്റ് കയറി, ചേട്ടൻ നോർമൽ ടീ, ഞാൻ കട്ടൻ ചായ, അപ്പോൾ ജസ്റ്റ് കുടിച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ടൊന്ന് നടന്നു. അപ്പോൾ ഞായറാഴ്ചയുടേതായിട്ടുള്ളൊരു ഫീലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വേറൊരു ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഇതുപോലുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ സ്നാക്സ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവരതൊക്കെ എടുത്ത് കഴിച്ച്. എനിക്ക് പക്ഷേ അവിടുത്തെ റോസ് മിൽക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അത് മേടിച്ച്. അവിടെ ഒത്തിരി കുട്ടികൾ പിള്ളേരും ഒക്കെ നിന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു കളറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്കൊരെണ്ണം മേടിച്ച്. അങ്ങനെ ഞാൻ 2-3 സ്പൂൺ കുടിച്ചപ്പോഴത്തേക്ക് ഐ എം ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ്. പിന്നെ ഞാൻ ഇവർക്കും കൂടെ കൊടുത്ത്, ഇവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത്. കാരണം അതിന് കുറച്ച് നല്ല വോളിയം ഉണ്ടായിരുന്നു, തോനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഇവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുത്ത്. റോസ് മിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് എപ്പോഴും അവിടെ സിൽവറാണ്, ഗോൾഡൻ ഡയമണ്ട്സ് വേറെ സെക്ഷനിലാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ജസ്റ്റ് പിന്നെ അടുത്ത കണ്ടുപിടിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളും ഇച്ചിരി വെയിറ്റൊക്കെ ഉള്ള ടൈപ്പ് സംഭവങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ മുകളിലാണ്, അതായത് ഡയമണ്ട്സ് ആൻഡ് നോസ്പിൻസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഏറ്റവും മുകളിലുള്ളൊരു ഫ്ലോറിലായിരുന്നു. അങ്ങനെ ഇവരെന്തായാലും ഈ ഫുഡൊക്കെ കഴിച്ച് ഇവർ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. ഇവിടെ ഒരു സ്പെഷ്യൽ സ്നാക്സ് തന്നെയായിരുന്നു. ആക്ച്വലി പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നേരെ അവരുടെ ആ ഒരു ഗോൾഡൻ അങ്ങനെയുള്ള സെക്ഷൻസിലോട്ട് പോയി. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് വെയിറ്റുള്ള ഓർണമെൻറ്റ്സ്, നോസ്പിൻസ് ആൻഡ് ഡയമണ്ട്സ് ഒക്കെ മെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ ഞാൻ എൻക്വയറി ചെയ്ത്. അപ്പോൾ ലേഡി സ്റ്റാഫ് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വേസാണ് മുകളിലോട്ട് പോയത്. ചെന്നിട്ട് എന്തായാലും കണ്ടുപിടിക്കാനൊന്നും വലിയ പാടൊന്നുമില്ലായിരുന്നു. ലൊക്കേഷനൊക്കെ അയച്ചു തരാൻ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ലൊക്കേഷനൊക്കെ അയച്ചു ഇവർ നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ റിവ്യൂസ് ഒക്കെ കാണിച്ചു കൊടുത്തു. ബുക്ക് ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ആക്ച്വലി അങ്ങനെ അവരെനിക്ക് ഇതൊക്കെ എടുത്ത് കാണിച്ച് തന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് അതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചിപ്സ് ഷോപ്പ് കണ്ടു കേട്ടോ. തിരിച്ചു വരുന്ന വഴിയാണേ. അപ്പം നമ്മൾ ഈ ചിപ്സ് ഷോപ്പ് കണ്ടപ്പോൾ ചേട്ടൻ നമ്മളിവിടെ കയറി കണ്ടു. അപ്പോൾ ആക്ച്വലി പിള്ളേരെല്ലാം ഈ ഒരു സെക്ഷനിൽ ഇവരാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കുകയാണ്. എനിക്കിവിടെ ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയത് വേറൊരു സംഭവമാണ്. അത് ആക്ച്വലി ഇതേണ്ട ഈ മോള് നിൽക്കുന്ന സ്ഥലമില്ലേ, ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഉരുളിയിലൊക്കെ ആയിട്ട് നിറച്ച് ഓരോ ഐറ്റംസ്, ചക്ക വറ്റൽ, ചീനി ചിപ്സ്, നമ്മുടെ നോർമൽ ചിപ്സ്, പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പ്രത്യേകം എന്തോ ഒരു റോസ്റ്റിംഗ് സംഭവം. എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു 2 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ മേടിച്ച്. ആസ് യൂഷ്വലി നമ്മൾ സാധാ കാണുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ ഇവൻ അതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നൊരു കുഞ്ഞ് റീൽസ് എടുത്ത് കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് ആഡ് ഇട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇൻസ്റ്റ ഫോളോ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റയിൽ സൂര്യാറിങ് കളക്ഷൻസ് എന്ന് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ പർച്ചേസ് കുറച്ചൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദീപാരാധന സമയം. അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു കേട്ടോ.
അങ്ങനെ വീഡിയോ എടുത്തത് മോളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞ് അവിടെ കയറാൻ. ആക്ച്വലി കയറാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു മൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു സാധാ നോർമൽ മൈക്കിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, വോയിസ് ഓവറെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിവിടെ കയറി ചോദിച്ചു. ഇവിടെ കയറി ചോദിച്ചെങ്കിലും നമ്മൾ മേടിച്ചില്ല, മൈക്ക് ഇല്ലെന്ന് അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി നടന്ന് റോഡിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അപ്പോൾ ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞ് ഇനി നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അവിടെ കയറാമെന്ന്. ഞാൻ ആക്ച്വലി ഇതുവരെയും പോയിട്ടില്ലായിരുന്നു. മീൻസ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ഈ ഒരു കൂടാരം പോലൊരു ഇത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട്. ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ നോക്കും. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളവിടെ കയറി. അപ്പം കയറുമ്പോഴത്തേക്കൊരു പ്രത്യേകതയാണ്, ആ ഒരു എൻട്രൻസിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ മസാല ദോശ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കണ്ടതുപോലെ തന്നെ 1, 2, 3 കടികളും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ആക്ച്വലി വയറ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് 2 ദോശയാണ് നമ്മൾ വാങ്ങിച്ചത്. 2 എണ്ണേ വാങ്ങിയുള്ളൂ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി അതെല്ലാം ഷെയർ ചെയ്തങ്ങ് കഴിച്ച്. ആക്ച്വലി എന്ന് വെച്ചാൽ വലിയ വിശപ്പില്ല, പക്ഷെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ചുറ്റിയാണ് കേട്ടോ പോകുന്നത്. ആ ഒരു പാസേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ കണ്ടോ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും പേഴ്സണലി എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി, രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ കണ്ടോ, നമ്മളിങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ്. ഇതാണ്ടേ സീറ്റിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ സീറ്റായിട്ട് ഇവരിങ്ങനെ വാർത്തിട്ടേക്കുന്ന ടൈപ്പ് ചെയേഴ്സാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനത്തത് ആദ്യമായിട്ടാണ് കാണുന്നത്. വാർത്തിട്ടേക്കുന്ന കണക്കത്തെ കസേരയല്ല, മീൻസ് ആ സോഫ പോലെ അത് പൂശിയിട്ടേക്കുക. സാധാരണ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ കസേരയിൽ എടുത്തു മാറ്റുന്ന ടൈപ്പല്ലേ, അതെനിക്കൊരു പ്രത്യേകത തോന്നി. പിന്നെ ഇതിൻ്റെ ഈ ഇങ്ങനെ ചുറ്റി പോകുന്നതും എനിക്കൊരു പ്രത്യേകത ഫീൽ ചെയ്ത്. അങ്ങനെ ഇവർ കുറേ നേരം അവിടെയൊക്കെ കിടന്ന് ഓടി. ഞാൻ പിന്നെ വന്ന വഴിക്ക് തന്നെ ഒരു സീറ്റിൽ കണ്ടപ്പോഴത്തേനും അവിടെ അങ്ങ് ഇരുന്ന്, ഞാനും ചേട്ടനും കൂടെ അവിടെ ഇരുന്ന്. കുറേ കൗണ്ടേഴ്സ് ഇതുപോലെ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ഒഴിഞ്ഞ് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും, മേ ബി ബൈ സൺഡേ ആയതുകൊണ്ടായിരിക്കാം അധികം റഷ് ഇല്ലാത്തൊരു ദിവസം. നോർമലി വർക്കിംഗ് ഡേ അല്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത്, ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ ഈ മോൻ ഓടി വന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച്. ആര്യക്കുട്ടി അവിടെ നിന്ന് ചിരിക്കുകയാണെന്ന് നമ്മളെ നോക്കി ഒക്കെ. ഞാൻ അവിടെ നിന്ന് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് 2 ഫോട്ടോയോ വീഡിയോ എന്തൊക്കെയോ എടുക്കുകയാണ് കേട്ടോ. ഇവരെൻ്റെ പടമൊക്കെ പിടിച്ചേക്കുക. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. ഞാൻ മറ്റേ സ്നാക്സൊന്നും തോന്നെ തിന്നാത്തത് കൊണ്ട് അങ്ങനെ പിന്നെ കഴിച്ചു. അങ്ങനെ ബില്ലൊക്കെ അടച്ച്. ഇപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതുപോലാണ് കേട്ടോ കാണുന്നത്. ഒരുപാട് പേര്, മിക്കുള്ളവരും എനിക്ക് തോന്നുന്നുള്ള ആൾക്കാരെല്ലാവരും പോയിട്ടുണ്ടായിരിക്കും അവിടെ. എനിക്കെന്തായാലും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പോകുമ്പോൾ, റോഡിൽ കൂടെ പോകുമ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ നോക്കും. എനിക്കെല്ലായിടവും കാണണമെന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ നോക്കും. അപ്പോൾ ആക്ച്വലി പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ, KSRTC സ്റ്റാൻഡ്, തമ്പാനൂർ സ്റ്റാൻഡിൽ തന്നെ വന്നു. നല്ല രാത്രിയായിരുന്നു, എനിക്ക് തോന്നുന്നു 7-8 മണിയൊക്കെ ആയായിരുന്നു. അപ്പോൾ എല്ലായിടവും ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് ഇഷ്ടംപോലെ ആൾക്കാർ, ഒരുപാട് ബസ്സൊക്കെ ഈ സൈഡിലൊക്കെ തമിഴ്നാട് പോണ ബസ്സിൻ്റെയൊക്കെ ഒരു സൈഡായിരുന്നു ഇത്. അപ്പോഴാണ് ഞാനിങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോഴാണ് അറിയുന്നത് ഓരോ ബസ്സിന് ഓരോ സെക്ഷൻ വൈസ് അവിടെ ഇങ്ങനെ നമ്പറും കൗണ്ടേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്ക് പോണ ബസ്സുകൾക്ക് വേണ്ടി. അങ്ങനെ ചേട്ടൻ അതൊക്കെ പിന്നെ നമുക്ക് കാണിച്ചു തന്നെ. ഇതുപോലെ ഇങ്ങനെ കുറേ ബസ്സുകളെല്ലാം അപ്പോൾ അവിടെയൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്, സ്ഥലവും കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തോട്ട് പോണത്. അങ്ങനെ ഞങ്ങൾ കൊല്ലം നോക്കി വരുവാണേ. അങ്ങനെ എന്തായാലും ബസ്സിൽ കയറി ഇരിക്കാൻ സ്ഥലം കിട്ടി. അതാണ് ഒരു പ്രത്യേകത. ദൈവമോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ ഇരുന്ന്, ഇവർ ഒരാൾ ബാക്കിലും 2 പേര് ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഇവർ ഇരുന്ന്. എല്ലാവർക്കും സ്ഥലമൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ലോങ് ജേണി ആയിരുന്നു. കുറച്ച് നേരം എന്തായാലും റെസ്റ്റ് എടുത്ത് കുറേ നേരം അങ്ങ് ഇരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനങ്ങ് ഉറങ്ങി കേട്ടോ. ഇങ്ങ് കൊട്ടിയം എത്താറായി, നമ്മുടെ സ്ഥലം കൊട്ടിയമാണേ. കൊട്ടിയം എത്താറായപ്പോൾ ഇവനങ്ങ് ഉറങ്ങി. അങ്ങനെ പിന്നെ ഏകദേശം ആ സമയമായപ്പോൾ ഞങ്ങൾ വിളിച്ച് നോക്കിയിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല കേട്ടോ. നല്ല ഉറക്കമാണ്, കാരണം ഒത്തിരി ലോങ് അവേഴ്സ്. പിന്നെ നമ്മൾ കൊട്ടിയത്ത് വന്ന് ഇറങ്ങിയിട്ട് പച്ചക്കറി കടയിൽ കയറിയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട്, നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇച്ചിരി വെജിറ്റബിൾസൊക്കെ മേടിക്കണമായിരുന്നു. അതുപോലെ പഴവും ഒരു തണ്ണിമത്തനും ഒക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ അങ്ങ് ദാഹിക്കുന്നത് കാരണം പിന്നൊരു മത്തനൊക്കെ മേടിച്ചുകൊണ്ട് പോയി നമ്മൾ ജ്യൂസൊക്കെ അടിക്കാനായിട്ട്. പച്ചക്കറി കടയിലൊക്കെ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഈ ഐറ്റമൊക്കെ എടുക്കണമായിരുന്നു. നമ്മൾ മത്തൻ മേടിച്ചു, മുട്ട മേടിച്ചു, പഴം മേടിച്ചു, പിന്നെ എന്തൊക്കെയോ 1-2 സാധനങ്ങളും കൂടിയൊക്കെ മേടിച്ചു. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടനും മോനും കൂടി 2 വീലർ ഉണ്ടായിരുന്നു, അവരങ്ങ് പോയി. പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ വിളിച്ച് തന്നു.
അങ്ങോട്ട് പോയപ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കാറിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. കാറില്ലായിരുന്നു കയ്യിൽ. ഓക്കെ, അപ്പം നമ്മൾ ദാണ്ടെ കൊട്ടിയത്ത് ഇപ്പം ഇത് പണിയൊക്കെ നടക്കുകയാണ്. രാത്രിയൊക്കെ കാണാൻ രസമാണ്. ഇതുപോലെ പാലവും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരുപാട് ക്രൗഡ് ഇല്ലാത്തതുണ്ട് റോഡിൽ. നോർമലി ഉള്ള ആ ഒരു ഇതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. തിരിച്ചിറങ്ങി നമ്മൾ ഓട്ടോ നോക്കുവാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഓട്ടോ ഇല്ലെന്നല്ല, ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് പച്ചക്കറി കടയുടെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് നടന്ന് ഒന്ന് മൂവായി വന്നിട്ട് വേണം ഓട്ടോ വിളിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ആ സൈഡിൽ കൂടി ഇങ്ങോട്ട് നടക്കുകയാണ്. ആ സമയത്ത് ഇത് മോളെടുത്ത വീഡിയോയാണ് കേട്ടോ. ഞായറാഴ്ചത്തെ ആ ഒരു ഇത് കണ്ട ഭയങ്കര തിരക്കോ അങ്ങനെയൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന്, അതായത് മയ്യനാട് റോഡ്, നമ്മുടെ ഷോപ്പൊക്കെ നിൽക്കുന്ന ഷോപ്പൊക്കെ ഉള്ള റോഡാണ് മയ്യനാട് റോഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. മയ്യനാട് റോഡിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പുല്ലിച്ചിറ പള്ളിയിലോട്ട് പോകാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ എതിർവശത്താണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കി ഓട്ടോയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോയൊക്കെ വിളിച്ച് ആര്യക്കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ആര്യക്കുട്ടി നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്ത് വിളിച്ചാലിട്ടാണ് ഓട്ടോയിൽ കയറി പോകുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഓട്ടോ കിട്ടി. നമ്മൾ ഓട്ടോയ്ക്കകത്ത് കയറി. ഞാനും ദേവും ആര്യയും കൂടെ ഓട്ടോയ്ക്കകത്ത് കയറിയാണ് കേട്ടോ വരുന്നത് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ വെള്ളമോ എന്തെങ്ങാണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ദൂരം അവിടെ നിന്ന് മേടിക്കാൻ പറയുകയാണ് കേട്ടോ. എന്നിട്ട് മേടിച്ച് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഓട്ടോയൊക്കെ പോയി. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഓടി വന്ന് നമ്മുടെ പൂപ്പിക്കുട്ടനെയൊക്കെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പൂപ്പിക്കുട്ടനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണേ. ഓടിച്ചാടി ഇങ്ങ് വരും, പാവമാണ്. അപ്പോൾ ഇവനെ അങ്ങനെ വന്ന് നമ്മളെ കാണുമ്പോഴത്തേനും ഭയങ്കര ഇതാണ് കേട്ടോ. അതൊരു എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഫീലാവും ആ ഒരു സ്നേഹം. അങ്ങനെ എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കതവൊക്കെ തുറക്കുവാണ്. ഉച്ചയ്ക്ക് എപ്പോഴോ പോയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 മണിയായി, രാത്രി 10 മണിയായി ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക്. കാരണം ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ 2 മണിയും കണ്ട് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ലൈറ്റൊക്കെ ഇടുക. ഇവിടെയെല്ലാം ബുക്കൊക്കെ വലിച്ചു വാരി ഇട്ടേക്കുവാണ്. സ്കൂൾ തുറന്നതിൻ്റെ ആഘോഷമാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ്, സ്ഥിരമായിട്ടും ഇങ്ങനെ തന്നെയാണ്. എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ ബാഗും കൊണ്ടാണ് പോയത്. അപ്പോൾ ഞാൻ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ജൂൺ 28 എൻ്റെ ബർത്ത്ഡേ ആണ്. അന്നേ ഞാനിത് കാണിച്ചെടുത്തോളം എന്തുവാണെന്ന്. പിന്നെ ഇത് നമ്മൾ ആ ചിപ്സ് കോർണറിൽ നിന്ന് വാങ്ങിച്ചത്, ഞാൻ പറഞ്ഞില്ല 2 ഐറ്റമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്. ഞാൻ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിച്ചില്ല, കുറച്ച് ക്വാണ്ടിറ്റി മേടിച്ചതേ ഉള്ളൂ. അത് ഒന്ന് നമ്മൾ നട്ട്സിൻ്റെ മിക്സ് റോസ്റ്റും, പിന്നെ ഒരെണ്ണം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള നട്ട്സിൻ്റെ തന്നെ റോസ്റ്റാണ് വരുന്നത്. മിക്സ് അല്ല, പ്ലെയിൻ നട്ട്സ് തന്നെ. മറ്റത് വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇട്ട് മിക്സ് ചെയ്തത്. ഇത് നോർമലി ഉള്ള അങ്ങനത്തെ ഒരു മിക്സാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഇത് ഞാൻ മേടിച്ചതാണ്. ഇത് ഞാൻ ഇപ്പോൾ കാണിക്കത്തില്ല. ഒരു കുഞ്ഞൊരു സംഭവം മാത്രമാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഒരുപാടൊന്നും വാങ്ങത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.